ശ്രീ പത്മനാഭൻ, കോൺഗ്രസ് ചില കാര്യങ്ങളിൽ ഒരു വ്യക്തതയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ BJP സംബന്ധിച്ചിടത്തോളം BJP പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഏത് വിഷയവും ചർച്ച ചെയ്യാം, ഏത് വിഷയങ്ങളിലും നമുക്ക് ഒത്തുതീർപ്പാവാം, വിയോജിപ്പാവാം, അതൊക്കെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും വെക്കരുത് എന്ന് പറഞ്ഞ 370-ാം വകുപ്പാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗോപാൽ സ്വാമി അയ്യങ്കാരെ കൊണ്ട് എന്താ പറയുക പൈലറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഭരണഘടനയിൽ എഴുതി ചേർത്തത്. അതിന് കാശ്മീർ കൊടുക്കേണ്ടി വന്ന വില എത്രയാ? 3 ലക്ഷത്തി ചില്ലുവാനും സിഖുകാരും ഹിന്ദുക്കളും ആട്ടി ഓടിക്കപ്പെട്ടു. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സംസ്ഥാനത്ത് നിന്നും ഒരു മതവിഭാഗം, അതായത് സിഖുകാരും ഹിന്ദുക്കളും ഒക്കെ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് ജമ്മുവിലും ഡൽഹിയിലൊക്കെയാണ് താമസിച്ചത്. പലരും അമേരിക്കയിലൊക്കെ കുടിയേറിപ്പോയി. ഇന്ന് ആകെ കുറച്ച് ആളുകളാണ് കാശ്മീരിലേക്ക് തിരിച്ചു പോയത്. കാശ്മീരിൽ നിന്നും ഹിന്ദുക്കളെയും സിഖുകാരെയും ആട്ടി ഓടിക്കാൻ കാരണം ഈ 370-ാം വകുപ്പാ. ഇന്നത് പോയപ്പോൾ പതുക്കെ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഈ രാജ്യത്ത് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസം. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ജനാധിപത്യത്തിൽ ദേവർസ്ജി, RSSന്റെ സർസംഘചാലക്കാരൻ ദേവർസ്ജി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പറഞ്ഞൊരു വാക്കുണ്ട്, മറക്കുക, പൊറുക്കുക, ഫോർഗറ്റ് ആൻഡ് ഫോർഗീവ്. ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും, അതിന് പകരം വീട്ടാനൊന്നും പോണ്ട. മറക്കുക, പൊറുക്കുക. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തിരിച്ചടി പേടിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ആയിട്ട് പറഞ്ഞതാ ഫോർഗറ്റ് ആൻഡ് ഫോർഗീവ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ രാജ്യത്തിന് അങ്ങനെ മുന്നോട്ട് പോകണം. പക്ഷേ ഈ തെറ്റൊക്കെ ചെയ്ത ആളുകൾ ഒരു ദിവസം രാവിലെ കുളിച്ചു കുറിതൊട്ട് വന്നിട്ട് ഇതൊക്കെ ഞങ്ങളൊന്നും അറിയില്ല രാമനാരായണ എന്ന രീതിയിൽ പറഞ്ഞ് ഈ ബാക്കിയുള്ളവൻ്റെ തലയിൽ അനാവശ്യമായ കുറ്റങ്ങൾ ആരോപിച്ച് ആളാവാൻ നോക്കരുത്. രാഷ്ട്രീയത്തിൽ അതൊന്നും നടക്കില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണുള്ള കാലമാണ്. അവൻ അതെടുത്തിട്ട് 39th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അടിച്ചാൽ അവൻ കാണും ഈ കാര്യം. അപ്പം അതുകൊണ്ട് ഈ ജനങ്ങളെ പറ്റിക്കാനും പുകമറ സൃഷ്ടിക്കാനൊന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഐക്യത്തോടു കൂടി രാജ്യത്തിന് മുന്നോട്ട് പോകണം. അതിന് എല്ലാ പാർട്ടികളും സഹകരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും ഒരുമിച്ച് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, അങ്ങനെ ഈ സാധനം മുന്നോട്ട് പോകുള്ളൂ. അപ്പം അതുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ആളാവാൻ നോക്കിയാലൊന്നും നടക്കാത്ത കാര്യമാണ്. അത് 2 ദിവസം കൊണ്ട് പാർലമെന്റിലെ ചർച്ചയോടുകൂടി മനസ്സിലാവും ഇത് അബദ്ധമായി പോയി ഈ ചർച്ച വലിച്ചിട്ടത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയും.